ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ കുഴയ്ക്കും പരത്തിയൊന്നും ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാൻ ചൂടായതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കേണ്ട, അപ്പോൾ സവോള പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ അല്പം ഉപ്പ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല, ബ്രെഡിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതാ ഈ ഒരു കട്ടിക്കായിരിക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതുപോലൊരു സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് അല്പം നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത ആ ബാറ്ററിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ ഫില്ലിങ് മുഴുവനായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇട്ടുകൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഫില്ലിങ് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ മുട്ട വെച്ച് കൊടുക്കുന്ന സമയത്ത് മുട്ട ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ പുഴുങ്ങിയെടുത്ത മുട്ട മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ കവർ ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയേ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേനും ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.